നമസ്കാരം, എവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു ചെക്ക് ബോക്സിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് പഠിക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആക്ടിവിറ്റി മെയിനിൽ നിന്നും ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് വ്യൂ ഞാൻ റിമൂവ് ചെയ്തു. ഇവിടെ റൂട്ട് എലിമെൻറ്റ് ഒരു റിലേറ്റീവ് ലേഔട്ടാണ്. ഞാനത് ചേഞ്ച് ചെയ്ത് ഒരു ലീനിയർ ലേഔട്ടായി കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ റൂട്ട് എലിമെൻറ്റ് ഒരു ലീനിയർ ലേഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഔട്ടിന് ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ഞാൻ ഓറിയൻറ്റേഷൻ സ്പെസിഫൈ ചെയ്തു. ഓറിയൻറ്റേഷൻ വെർട്ടിക്കലായി ഞാൻ സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഞാനിവിടെ ചെക്ക് ബോക്സുകൾ ആഡ് ചെയ്യുകയാണ്. ചെക്ക് ബോക്സ് ആഡ് ചെയ്യാൻ വേണ്ടി ചെക്ക് ബോക്സ് എന്ന ക്ലാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ XML ആട്രിബ്യൂട്ട് ചെക്ക് ബോക്സ് ആണ്, അത് യൂസ് ചെയ്യാം. ആദ്യമായി അതിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുക. ഞാൻ വിഡ്ത്ത് മാച്ച് പേരൻറ്റ് എന്ന വാല്യൂ കൊടുത്തു. ഹൈറ്റ് റാപ്പ് കണ്ടൻറ്റ് എന്ന വാല്യൂ കൊടുത്തു. ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു പുതിയ ചെക്ക് ബോക്സ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്തതായി നമുക്ക് ആ ചെക്ക് ബോക്സിന് ഒരു മാർജിൻ സ്പെസിഫൈ ചെയ്യാം. മാർജിൻ ടോപ്പ് ഞാനൊരു 50 dp ആയി സ്പെസിഫൈ ചെയ്തു. അടുത്തതായി നമുക്ക് ആ ചെക്ക് ബോക്സിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനു വേണ്ടി ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാനൊരു വാല്യൂ സ്പെസിഫൈ ചെയ്തു. മീറ്റ് എന്ന ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഈ ചെക്ക് ബോക്സിന് നമുക്ക് ഒരു ID സ്പെസിഫൈ ചെയ്യാം. അതിനായി ആൻഡ്രോയിഡ് ID എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാൻ അത് മീറ്റ് എന്ന വാല്യൂ ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ലേഔട്ട് ഫയലിൽ കൂടി നിങ്ങളൊരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി ഞാൻ മറ്റൊരു ചെക്ക് ബോക്സും കൂടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. നമ്മളുടെ ലേഔട്ട് ഒരു ലീനിയർ ലേഔട്ടാണ്. അതിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായി ആഡ് ചെയ്യുന്ന ഓരോ എലിമെൻറ്റും ഒന്നിന് താഴെ മറ്റൊന്നായിട്ടായിരിക്കും അലൈൻ ആവുക. ഇവിടെ മാർജിൻ ഞാൻ സ്വല്പം കൂടി റെഡ്യൂസ് ചെയ്യുകയാണ്. ഞാനൊരു 30 dp ആക്കി ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ID ചേഞ്ച് ചെയ്തു. ഞാൻ ചീസ് എന്ന ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റും ചേഞ്ച് ചെയ്തു. ചീസ് എന്ന ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ 2 ചെക്ക് ബോക്സുകൾ അവൈലബിൾ ആണ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു വെർച്വൽ ഡിവൈസിൽ അവൈലബിൾ ആണ്. ഇവിടെ 2 ചെക്ക് ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യത്തെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ചെക്ക് ബോക്സും സെലക്ട് ചെയ്തു. ഞാനത് അൺസെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈസിയായി വളരെ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ലേഔട്ട് ഫയലിലേക്ക് ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി ഈ ചെക്ക് ബോക്സിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ്, അതായത് യൂസർ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള കോഡിങ് എങ്ങനെ ചെയ്യാം, അതായത് അതിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റി പഠിക്കാം. അതിനായി ഇതിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ബട്ടണിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഓൺ ക്ലിക്ക് മെത്തേഡ് സ്പെസിഫൈ ചെയ്യാം. ഞാനൊരു ഓൺ ക്ലിക്ക് മെത്തേഡ് സ്പെസിഫൈ ചെയ്തു. ഹാൻഡിൽ ക്ലിക്ക് എന്ന വാല്യൂ അതിനെ സ്പെസിഫൈ ചെയ്തു. ഇതേ മെത്തേഡ് തന്നെ രണ്ടാമത്തെ ചെക്ക് ബോക്സിന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതേ ഒരു ഓൺ ക്ലിക്ക് മെത്തേഡ് തന്നെ ഞാൻ രണ്ടാമത്തെ ചെക്ക് ബോക്സിനും സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് മെയിൻ ആക്ടിവിറ്റി .java എന്ന ഫയലിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ ഒരു മെത്തേഡ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യണം. ആ മെത്തേഡിൻ്റെ ആക്സസ് സ്പെസിഫയർ മസ്റ്റായും പബ്ലിക് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കണം. അടുത്തതായി മെത്തേഡ് നെയിം സ്പെസിഫൈ ചെയ്യാം. ഇവിടെ മസ്റ്റായി നിങ്ങളൊരു പാരാമീറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. വ്യൂ എന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം അത്. ഓക്കെ, അതായത് യൂസർ ഈ ഏതെങ്കിലും ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻവോക്ക് ചെയ്യപ്പെടുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡായിരിക്കും. ഹാൻഡിൽ ക്ലിക്ക് എന്ന ഈ ഒരു മെത്തേഡായിരിക്കും ഇൻവോക്ക് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായി അതായത് ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം എന്ന കാര്യങ്ങൾ ഇവിടെ ജാവ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ആദ്യമായി നമ്മൾ അതായത് യൂസർ ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് യൂസർ ചെക്ക് ചെയ്യുകയാണോ അല്ല അൺചെക്ക് ചെയ്യുകയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം.
അതിനുവേണ്ടി ഞാനൊരു ബൂളിയൻ വാല്യൂ ഇവിടെ സ്പെസിഫൈ ചെയ്തു. അതായത് യൂസർ സെലക്ട് ചെയ്യുകയാണോ അതല്ല അൺസെലക്ട് ചെയ്യുകയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൂളിയൻ വാല്യൂ സ്പെസിഫൈ ചെയ്തു. അതിന് ഞാൻ ചെക്ക്ഡ് എന്ന് കൊടുത്തു. അടുത്തതായി ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ചെക്ക് ബോക്സ് ആണ്. അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തു. അതായത് ആദ്യമായി ഞാൻ ആ വ്യൂ എന്ന ആ ഒരു പാരാമീറ്ററിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തു, ചെക്ക് ബോക്സ് ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് അത് യൂസർ ചെക്ക് ചെയ്തോ എന്നാണ്. അതായത് ഈസ് ചെക്ക്ഡ് എന്ന മെത്തേഡ് യൂസർ ആ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തു എങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൂ റിട്ടേൺ ചെയ്യും. അതല്ല യൂസർ ആ ഒരു പർട്ടിക്കുലർ ചെക്ക് ബോക്സിനെ അൺസെലക്ട് ആണ് ചെയ്തത് എങ്കിൽ ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബൂളിയൻ വേരിയബിളിൽ സേവ് ചെയ്തു. അടുത്തതായി നമുക്ക് അറിയേണ്ടത് ഇതിൽ ഏത് ചെക്ക് ബോക്സ് ആണ് യൂസർ സെലക്ട് ചെയ്തത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ലേഔട്ടിൽ ഒരു ID സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ചീസ് എന്നും മീറ്റ് എന്നും ഉള്ള 2 ID നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ID ഉപയോഗിച്ചിട്ട് യൂസർ യഥാർത്ഥത്തിൽ ഏത് ചെക്ക് ബോക്സ് ആണ് സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണ്. ഈ സ്വിച്ചിലേക്ക് നമുക്ക് ആ ID പാസ് ചെയ്യാം. അതിനുവേണ്ടി വ്യൂ പാരാമീറ്റർ യൂസ് ചെയ്യാം. ഗെറ്റ് ID എന്ന മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വ്യൂ പാരാമീറ്ററിൽ നിന്നും യൂസർ സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ID നമുക്കിവിടെ ലഭിക്കും. അടുത്തതായി നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ യൂസർ സെലക്ട് ചെയ്തത് മീറ്റ് ആണ് എങ്കിൽ അതിനാവശ്യമായ കോഡ് നമുക്കിവിടെ എഴുതാം. അതിനാവശ്യമായ കോഡ് എഴുതിയ ശേഷം ബ്രേക്ക് ചെയ്യാം. അതല്ല യൂസർ സെലക്ട് ചെയ്തത് ചീസാണ് എങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു ടോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. അതിനു വേണ്ടി മറ്റൊരു മെത്തേഡ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. ഞാൻ ഡിസ്പ്ലേ മെസ്സേജ് എന്ന മറ്റൊരു മെത്തേഡ് ഇവിടെ സ്പെസിഫൈ ചെയ്തു. അതിന് ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു സ്ട്രിംഗ് വാല്യൂ. ഓക്കെ, അടുത്തതായി ഈ ഒരു മെത്തേഡിൽ നിന്നും ഒരു ടോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അതായത് യൂസർ ക്ലിക്ക് ചെയ്തത് മീറ്റ് ആണ് എങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായി അറിയണം യൂസർ മീറ്റ് സെലക്ട് ചെയ്യുകയാണോ അൺസെലക്ട് ചെയ്യുകയാണോ എന്ന്. യൂസർ മീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ചെക്ക്ഡ് എന്ന ബൂളിയൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മെത്തേഡിനെ കോൾ ചെയ്യാം. ഡിസ്പ്ലേ മെസ്സേജ് യു സെലക്ട് മീറ്റ്. അതല്ല യൂസർ മീറ്റ് എന്ന ഒരു വാല്യൂ അൺസെലക്ട് ചെയ്യുകയാണ് എങ്കിൽ, അതായത് ഡിസെലക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ യു റിമൂവ് മീറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 2 കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. ഞാൻ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കോപ്പി ചെയ്തു. അതിൻ്റെ വാല്യൂ മാത്രം ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. മീറ്റിന് പകരം ഇവിടെ ചീസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെക്ക് ബോക്സിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിത് സേവ് ചെയ്തു. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഈ ഒരു വെർച്വൽ ഡിവൈസിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചീസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യു സെലക്ട് ചീസ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ആയിരിക്കുന്നു. അതോടൊപ്പം ഞാൻ മീറ്റും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മീറ്റ് സെലക്ട് ചെയ്തതായി മെസ്സേജ് കാണാം. അടുത്തതായി ഞാൻ ചീസ് റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം യു റിമൂവ് ചീസ്. അടുത്തതായി ഞാൻ മീറ്റും റിമൂവ് ചെയ്യുകയാണ്.
ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ചെക്ക് ബോക്സിൻ്റെ ക്ലിക്ക് ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് കൺസെപ്റ്റ്സുകൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ സജഷൻസും ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ സ്പെസിഫൈ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം.